നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇഗ്നോയുടെ എക്സാമിൻ്റെ ഹോൾ ടിക്കറ്റൊക്കെ വന്നപ്പോൾ പല കുട്ടികളും പല പ്രോബ്ലവുമായിട്ടാണ് വന്നിട്ടുള്ളത്. അതിലൊരു പ്രധാന പ്രശ്നമാണ് സെയിം ടൈമിൽ നമ്മളുടെ എക്സാമിൻ്റെ സെയിം ഡേറ്റിൽ 2 സബ്ജക്റ്റിൻ്റെ എക്സാം വരുന്നു എന്നുള്ളത്. അപ്പോൾ എന്താ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ക്വസ്റ്റ്യൻ. ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ പഠിക്കുന്ന ഒരു കുട്ടി എന്ന നിലയിൽ അവർ നോക്കുന്നത് എത്രയും പെട്ടെന്ന് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക, എത്രയും കുറഞ്ഞ സമയം കൊണ്ട് കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുക എന്നതായിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യും? ഫസ്റ്റ് ഇയറിലെ എക്സാം കൂടി സ്കിപ്പ് ചെയ്തിട്ട് സെക്കൻഡ് ഇയറിൽ എഴുതാമെന്ന് വിചാരിക്കും. അതാകുമ്പോൾ ഒരു സമയം നമുക്ക് അതിന് വേണ്ടിയിട്ട് ബുദ്ധിമുട്ടിയാൽ മതിയല്ലോ. അങ്ങനെ ആകുമ്പോഴാണ് നമ്മളുടെ ഈ ഒരു പ്രശ്നം വരുന്നത്. ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും എക്സാമുകൾ നമ്മൾ ഒരുമിച്ച് എഴുതാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, അതല്ലെങ്കിൽ 2 പ്രോഗ്രാമുകൾ ഒരേ ടൈം ചെയ്യുന്നു എന്നുള്ള അവസ്ഥയാണെങ്കിൽ ഇങ്ങനെ നമുക്ക് വരാനുള്ള ചാൻസുകളുണ്ട്. അതായത് ഫസ്റ്റ് ഇയറിലെയും സെക്കൻഡ് ഇയറിലെയും എക്സാമുകളുടെ ഡേറ്റ് ചില സമയങ്ങളിൽ ഒരേ സമയത്ത് തന്നെയായിരിക്കും. ഒന്നിക്കൽ രാവിലെ 2 എക്സാമുകളും വരും, അല്ലെങ്കിൽ ഉച്ചയ്ക്ക് 2 എക്സാമുകളും വരും, അല്ലെങ്കിൽ ഫസ്റ്റ് ഇയറിലെ എക്സാം രാവിലെയും സെക്കൻഡ് ഇയറിലെ എക്സാം ഉച്ചയ്ക്കും, അങ്ങനെയായിട്ടും നമുക്ക് വരാറുണ്ട്. നിങ്ങളിപ്പോൾ 2 പ്രോഗ്രാമുകളാണ് ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ സബ്ജക്റ്റുകൾ ഒരേ ഡേറ്റിൽ വന്നാൽ നിങ്ങൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. ഒരേ സമയത്താണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു എക്സാം മാത്രമേ അറ്റ് എ ടൈം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഒരു എക്സാം കുറച്ച് സമയം എഴുതി വേറൊരു എക്സാം കുറച്ച് സമയം, അങ്ങനെ ഒരിക്കലും സംഭവിക്കില്ല. നിങ്ങൾക്ക് ഒരു ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമേ ഒരു ടൈം തരികയുള്ളൂ. ഇനി നിങ്ങൾക്കിപ്പോൾ കിട്ടിയിട്ടുള്ളത് ഒരു ദിവസം തന്നെ ഫസ്റ്റ് ഇയറിലെ എക്സാം രാവിലെയും സെക്കൻഡ് ഇയറിലെ എക്സാം ഉച്ചയ്ക്കും, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിൻ്റെ എക്സാം രാവിലെയും ഒരു പ്രോഗ്രാമിൻ്റെ ഉച്ചയ്ക്കും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ 2 എക്സാമും അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ഇനിയുള്ളൊരവസ്ഥ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് ഒരു പ്രോഗ്രാം തന്നെയായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എക്സാമുകൾ അത് ഫസ്റ്റ് ഇയറിലെ മാത്രം എക്സാമുകളായിരിക്കും നിങ്ങൾ എഴുതുന്നുണ്ടാവുക. അതിൻ്റെ എക്സാം നിങ്ങൾക്ക് ക്ലാഷ് ആയാൽ, അതായത് ഒരേ സമയത്ത് വരികയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ RCയിലേക്ക് ഒരു മെയിൽ അയക്കാവുന്നതാണ്. ഇതുപോലെ ക്ലാഷ് വന്നിട്ടുണ്ട്, ഇതൊന്ന് മാറ്റിത്തരണം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മെയിൽ അയക്കാവുന്നതാണ്. അപ്പോൾ അവരത് തീർച്ചയായും നിങ്ങൾക്ക് മാറ്റിത്തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ താങ്ക് യു.